എല്ലാ ലിഗമെന്റ് ഇഞ്ചുറീസിനും സർജറി ആവശ്യമാണോ? ലിഗമെന്റ് ഇഞ്ചുറിയെ പറ്റി പറയുമ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ സ്പ്രെയിൻ പോലുള്ള മൈനർ ഇഞ്ചുറീസ് അതായത് ഗ്രേഡ് 1 അല്ലെങ്കിൽ ഒരു ഗ്രേഡ് 2 ലിഗമെന്റ് ഇഞ്ചുറീസ് മിക്കവാറും സർജറി ഇല്ലാതെ തന്നെ ഹീലാവും. അതായത് ഇഞ്ചുറി പറ്റിയ ഉടനെ പ്രോപ്പർ റെസ്റ്റ് എടുത്ത് ഐസ് അപ്ലൈ ചെയ്ത് നല്ലൊരു ഫിസിയോതെറാപ്പി ഫോളോ ചെയ്താൽ നമുക്ക് മൈനർ മൈനർ ഇഞ്ചുറീസ് എല്ലാം സർജറി കൂടാതെ തന്നെ സുഖപ്പെടുത്താം. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ പലരും ഇഞ്ചുറി പറ്റിയ ഉടനെ നല്ലോണം ചൂട് പിടിച്ച് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല ടൈറ്റായി ബാൻഡേജൊക്കെ ചുറ്റി ഇപ്പോഴും വരാറുണ്ട്. ഇത് ഹീലിംഗ് പ്രോസസ്സിനെ നന്നായി ബാധിക്കും. അപ്പോൾ ഇനി എപ്പോഴാണ് ലിഗമെന്റ് ഇഞ്ചുറിക്ക് സർജറി വേണ്ടി വരുന്നത്? ഇഞ്ചുറി ഗ്രേഡ് 3 ആണെങ്കിൽ, അതായത് ഒരു കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ, അതുപോലെ ജോയിന്റ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ, ഇനി നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ഇല്ലാതെയുള്ള ചികിത്സ അത് ഫെയിലായാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അസോസിയേറ്റഡ് ഇഞ്ചുറീസ് അതായത് ലിഗമെന്റ് ഇഞ്ചുറിയുടെ കൂടെ മറ്റു പരിക്കുകൾ ഉണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു സർജറി ആവശ്യമായി വന്നേക്കാവുന്ന ഇൻഡിക്കേഷൻസ് ആണ്. അപ്പോൾ എല്ലാ ലിഗമെന്റ് ഇഞ്ചുറീസിനും സർജറി ആവശ്യമില്ല. കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മെജോറിറ്റി ഓഫ് ലിഗമെന്റ് ഇഞ്ചുറീസ് നമുക്ക് സർജറി കൂടാതെ തന്നെ സുഖപ്പെടുത്താം.